ഒരു കഥ പറയാം. കോമഡിയാണ്, പഠിക്കാനുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. ഒരു പുലർച്ചെ 7:30 മണി. രാവിലെ ഒരു വീടിൻ്റെ ഭാഗത്തു നിന്ന് ആളുകൾ കൂട്ടമായി കരയുന്നത് കാണും. ആൾമറയില്ലാത്ത കിണറിന് ചുറ്റിലും ആളുകൾ നിറഞ്ഞിട്ടാണ് കരയുന്നത്. ഓരോരുത്തരും മാക്സിമം ശബ്ദത്തിലാണ് കരയുന്നത്. പ്രായമുള്ള ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ലടോ, നീ എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്നത് അയാൾ കരയുന്നത് കണ്ടിട്ടാണ്. നീയോ? അവൾ പറഞ്ഞിട്ടാണ്. നീയോ? അവൾ കരഞ്ഞിട്ടാണ്. അവസാനം ഈ അന്വേഷിക്കുന്ന ആൾ ഒരു കുട്ടിയുടെ അടുക്കലെത്തി. 8 വയസ്സുകാരി ഒരു മോളാണവൾ. അവൾ ചൂൽ കയ്യിൽ പിടിച്ച് കിണറ്റിലൊക്കെ നോക്കി കരയുന്നുണ്ട്. ഇയാൾ ചോദിച്ചു, മോള് പറ, എന്തിനാ മോള് കരയുന്നത്? മോള് പറഞ്ഞു, എന്നെ ഒരു 16 വയസ്സൊക്കെ കഴിയുമ്പോൾ കല്യാണം കഴിക്കും. പണ്ടത്തെ കഥയാണ്. അങ്ങനെ കല്യാണം കഴിച്ച് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വരും. എനിക്കപ്പോൾ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞുണ്ടാകും. ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഈ മറയില്ലാത്ത കിണറിൻ്റെ അടുക്കൽ വന്ന് അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ, എൻ്റെ കുഞ്ഞ്, 1.5 വയസ്സുള്ള കുഞ്ഞ് ഓടി വന്ന് എന്നെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ പിടുത്തം കിട്ടാതെ അങ്ങ് വീണ് പോയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കരഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിലുണ്ട്. വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് മാക്സിമം ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു വിഭാഗം. ആങ്സൈറ്റി ഡിസോർഡറാണത്. ഈ ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും സന്തോഷിക്കാൻ സമയമുണ്ടാവില്ല. നല്ല സന്തോഷിക്കേണ്ട അവസരത്തിലും ഭാവി എന്താകും, ചിരിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അവരുടെ വിശ്വാസം ചിരിച്ചാൽ കരയേണ്ടി വരുമെന്നാണ്. അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിന് ഭാവിയിൽ നഷ്ടം വരുമെന്ന് കരുതി കരയുന്നവരാണവർ, ടെൻഷൻ അടിക്കുന്നവരാണവർ. ഓർക്കേണ്ടത്, ഈ ഒരു അവസ്ഥ കൂടിക്കഴിഞ്ഞാൽ മെഡിസിൻ നിർബന്ധമാണത്. ഇല്ലെങ്കിൽ അവർ എന്നും ദുഃഖിതരായിരിക്കും. കൗൺസിലിംഗ് ഫലം ചെയ്യാറുണ്ട്, സൈക്കോതെറാപ്പികൾ ഫലം ചെയ്യാറുണ്ട്. കൂടിയാൽ അത് ആങ്സൈറ്റി ഡിസോർഡറായി മാറും. ഇവരോട് പറയാനുള്ളത്, തീർച്ചയായും വരുന്ന കാലത്തെ കുറിച്ചുള്ള ചിന്ത അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും നല്ലത്, എന്നെ സൃഷ്ടിച്ചു പരിപാലിച്ച അല്ലാഹു, എൻ്റെ സൃഷ്ടാവ്, അവൻ എൻ്റെ ഭാവി ഭാസുരമാക്കുമെന്ന ശക്തമായ വിശ്വാസമാണ് ഇതിന് ഏറ്റവും നന്നാവുക.